നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. LDF കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടിട്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ പെർഫോമൻസിന് ഒരു കുറവുമില്ല. ഇന്നും അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെയും UDFിനെതിരെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ചു. ഇടതുമുന്നണിയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണക്കാരൻ വെള്ളാപ്പള്ളി നടേശനും വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുമാണ് എന്ന ആരോപണം പല ഭാഗത്തു നിന്നും ഉയരുമ്പോഴാണ് ഇന്ന് പൂർവാധികം ശക്തിയോടെ മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചത്. LDFിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പരാജയ കാരണം താനൊന്നുമല്ലെന്നും ന്യൂനപക്ഷങ്ങളിലെ വോട്ടുകൾ UDFിന് കിട്ടിയതുകൊണ്ടാണെന്നും താൻ ഇനിയും മുസ്ലിം ലീഗിനും മറ്റ് മുസ്ലിം സംഘടനകൾക്കുമെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. LDFിൻ്റെ പരാജയം, ഇടതുമുന്നണിയുടെ പരാജയം ഒന്നും വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തന്നെ, ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വരും, പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച് ഇപ്പോഴും പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. മാത്രമല്ല, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാരും മറ്റ് ഹൈന്ദവരും വലിയ പീഡനങ്ങൾ നേരിടുകയാണെന്ന് വീണ്ടും അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ നാവാണ് ഇടതുമുന്നണിയെയും CPMനെയും അങ്കലാപ്പിലും അബദ്ധത്തിലും ആക്കിയതെന്നും അതുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതെന്നുമെല്ലാം പല ഭാഗത്തു നിന്ന് പറയുന്നുണ്ട്. മുസ്ലിം വിരോധം നിരന്തരം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ അടക്കി ഒതുക്കി ഇരുത്തിയില്ലെങ്കിൽ CPMന് പിന്നീട് അത് വലിയ തലവേദനയായി തീരുമെന്ന് പലരും ഉപദേശം നൽകുന്നുമുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി ഇതൊന്നും കേട്ടമണ്ടല്ല. തൻ്റെ നാവിൽ നിന്ന് ഇനിയും വികട സരസികൾ പുറത്തു വരുമെന്ന് തന്നെയാണ് അദ്ദേഹം നൽകുന്ന സൂചന. ഇന്നത്തെ പത്രസമ്മേളനത്തിലും അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചു. CPM വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. വെള്ളാപ്പള്ളി അടങ്ങിയിരിക്കില്ല. ഇനിയും അദ്ദേഹം തൻ്റെ നാവിനെ വാൾ പോലെ ചുഴറ്റിക്കൊണ്ട് ലീഗിനും അല്ലെങ്കിൽ UDFിനും കോൺഗ്രസിനും എതിരെ പോരാടുമെന്ന ഉറച്ച സന്ദേശമാണ് അദ്ദേഹം ഇന്ന് നൽകിയത്. ഇടതുമുന്നണിയും CPMും പരാജയപ്പെട്ടപ്പോൾ വെള്ളാപ്പള്ളി അടങ്ങി ഒതുങ്ങി ഇനി വീട്ടിലിരിക്കുമെന്ന് കരുതിയവർക്കെല്ലാം ചുട്ട മറുപടിയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത്. വളരെ കരുത്തോടെ, വളരെ തന്ത്രപൂർവ്വം CPMൻ്റെ ഒപ്പം താൻ നിൽക്കുകയാണെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം സംഘടനകൾക്കെതിരെയും താൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും വെള്ളാപ്പള്ളിക്ക് 50 വർഷം മുമ്പേ തനിക്ക് ബെൻസ് കാറുണ്ടെന്നും അല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ കാർ കയറാൻ കൊതിയുള്ളത് കൊണ്ട് ഒന്നുമല്ല എന്നുമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. പാണക്കാട് തങ്ങളുടെ കാറിൽ മുസ്ലിം അല്ലാത്ത ഒരാളെ കയറ്റുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. ഏതായാലും വെള്ളാപ്പള്ളി അടങ്ങിയിരിക്കില്ല. ഒരു തട്ട് കിട്ടിയാലൊന്നും വീഴുന്ന ആളെയല്ല വെള്ളാപ്പള്ളി എന്ന് എല്ലാവർക്കും അറിയാം. വരുന്ന തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി ലീഗിനും മുസ്ലിം സംഘടനകൾക്കുമെതിരെ തൻ്റെ വിരോധം ഇങ്ങനെ തൊപ്പിക്കൊണ്ടിരിക്കും. അക്കാര്യത്തിലും ഒരു സംശയവുമില്ല. അതിനിപ്പോൾ ഇടതുമുന്നണിക്ക് എതിരായാൽ പോലും അദ്ദേഹം അത് നിർത്തില്ല. കാരണം കൃത്യമായ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ, ചില അജണ്ടകൾ വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രകടനങ്ങൾക്ക് പിന്നിലുണ്ട്. അദ്ദേഹം നിരന്തരമായി മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് അത് CPMന് വേണ്ടിയാണോ BJPക്ക് വേണ്ടിയാണോ അതോ ഇവർക്ക് രണ്ടുപേർക്ക് കൂടി വേണ്ടിയാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും CPMന് വേണ്ടി ഒരു ധ്രുവീകരണം സൃഷ്ടിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ആഞ്ഞു ശ്രമിച്ചെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ലീഗും UDFും നേട്ടങ്ങളുണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് എതിരാളി ഇല്ല എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ഇപ്പോൾ പിണറായി ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവർ തന്നെയാണ് മലപ്പുറം ജില്ല ഭരിക്കുന്നതെന്നും മലപ്പുറം ജില്ലയിൽ ലീഗ് പറയുന്നപ്പുറം ഒന്നും നടക്കില്ലെന്നുമാണ് ഇന്നും പിണറായി വീണ്ടും പറഞ്ഞത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനും മുസ്ലിം സംഘടനകൾക്കുമെതിരെ തൻ്റെ വിദ്വേഷ പ്രചരണം ഇനിയും താൻ നിർത്തില്ലെന്നും തെരഞ്ഞെടുപ്പിലെ തോൽവിയൊന്നും ഒരു പ്രശ്നവുമല്ലെന്നും വരുന്ന തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും താൻ ഇനിയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുമുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. കോൺഗ്രസിനും UDFിനും മുസ്ലിം ലീഗിനുമെതിരെ ഇനിയും കിട്ടാവുന്ന ഇടങ്ങളിൽ വെച്ച് താൻ ആഞ്ഞടിക്കുമെന്ന സൂചനയാണ് വെള്ളാപ്പള്ളി നൽകിയത്. കാരണം മറ്റൊന്നുമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ തിരിച്ചടി അതൊന്നും തന്നെ അങ്ങനെ ബാധിച്ചിട്ടില്ല. കൃത്യമായ രീതിയിൽ മുസ്ലിം ലീഗിനും മുസ്ലിം സംഘടനകൾക്കുമെതിരെയുള്ള തൻ്റെ ആക്രമണം തുടരുമെന്നും അക്കാര്യത്തിൽ ആരും തന്നെ പിന്തിരിപ്പിക്കാൻ നോക്കേണ്ടെന്നുമാണ് വെള്ളാപ്പള്ളി നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ഇപ്പോഴും 100-100 നിൽക്കുകയാണ്. ഒരു മടിയുമില്ലാതെ, പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഒരു പശ്ചാത്താപവും ഇല്ലാതെ വീണ്ടും അദ്ദേഹം തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സംഘടനകളെയും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം തൻ്റെ നാക്കുകൊണ്ട് താക്ക് വാളാക്കി അദ്ദേഹം ചുഴറ്റിക്കൊണ്ട് അവരെയെല്ലാം ആക്രമിക്കുകയാണ്. വെള്ളാപ്പള്ളി ഏതായാലും പിന്മടങ്ങാൻ തയ്യാറായിട്ടില്ല. ഒരു വീഴ്ച കൊണ്ടൊന്നും വെള്ളാപ്പള്ളി പഠിക്കുകയുമില്ല.